രാജച്ചനുമായിട്ടുള്ള ജീവിത സ്മരണ പങ്കുവയ്ക്കാനായി അച്ഛൻ പഠിപ്പിച്ച വൈദികനും കുടുംബത്തിലെ അംഗവുമായ ജിനു അച്ഛനെ ക്ഷണിക്കുന്നു. പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഇന്ന് രാജുവിന്റെ അനുസ്മരണ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. പ്രിയപ്പെട്ട അഭിമന്യ പിതാവും റോയിച്ചനും ചെറിയാനച്ചനൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ രാജച്ചനെ കുറിച്ച് പങ്കുവച്ചു. ഞങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ അനുഭവിച്ച അതുള്ളവരാണ് നിങ്ങൾ എല്ലാവരും എന്ന് എനിക്കറിയാം. രാജുവച്ചൻ എന്ന അധ്യാപകനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. രാജുവച്ചൻ എന്ന മഹാധ്യാപകന്റെ, ആ നല്ല ശ്രേഷ്ഠ അധ്യാപകന്റെ ജ്ഞാനിയുടെ കൊച്ചു ശിഷ്യനായിരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ തൃശ്ശൂർ മേരിമാത മാരേജ് സെമിനാരിയിലാണ് പഠിച്ചത്. തിയോളജി പഠിക്കുമ്പോൾ മലങ്കര ലിറ്ററേച്ചർ പഠിപ്പിക്കാനായിട്ടാണ് രാജുവച്ചൻ കടന്നു വന്നത്. വളരെ സിമ്പിളായ ഒരു അധ്യാപകൻ. അച്ഛനിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് എനിക്ക് തോന്നിയത് അതിന് അഗാധമായ പാണ്ഡിത്യമുള്ളപ്പോഴും ആഴമായ എളിമയുണ്ടായിരുന്ന വിനയാന്വിതനായ ഒരു വൈദികനായിരുന്നു രാജുവച്ചൻ. അച്ഛനെ കുറിച്ച് ഓർത്തുവെങ്കിൽ ആദ്യം വന്ന വചനം പ്രഭാഷകൻ 3:18-19 തിരുവചനങ്ങളാണ്. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകുമെന്ന്. കർത്താവിന്റെ കൃപയ്ക്ക് പാത്രമായി കർത്താവ് എടുത്തുയർത്തി വൈദികനാണ് സ്നേഹമുള്ള രാജുവച്ചൻ. അച്ഛൻ്റെ അറിവുകൾ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അനുദിനം നവീകരിക്കാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചിരുന്നു. നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളും കമ്പ്യൂട്ടർ ആവട്ടെ, മീഡിയ ആവട്ടെ, അത് അറിവ് പങ്കുവയ്ക്കാനായിട്ട് അത് ഉപയോഗിക്കാൻ അച്ഛൻ പരിശ്രമിച്ചു. ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വാച്ചിൽ നോക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ വാച്ചിൽ കേൾക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ വാച്ചിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊന്ന് ചോദിച്ചു അച്ഛൻ എന്താ. അപ്പം അത് അച്ഛൻ വാച്ച് ഫോണായിട്ട് വരെ അച്ഛൻ ഉപയോഗിച്ചിരുന്നു. സമയം കളയാതിരിക്കാൻ, കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ, അങ്ങനെ നമുക്കുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും അച്ഛൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അച്ഛന് ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നപ്പോൾ പോലും അച്ഛൻ ക്ലാസ്സുകൾ മുടക്കിയിരുന്നില്ല. അച്ഛൻ ആ വേദന സഹിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങളെ അറിവ് പങ്കുവയ്ക്കാനായിട്ട് അച്ഛൻ വന്നിരുന്നു. ഇന്ന് ഈ ദിവസത്തിൽ അച്ഛനെ അനുസ്മരിക്കുമ്പോൾ, അനുസ്മരണ ദിനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അച്ഛൻ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടി തരികയാണ്. അച്ഛന്മാര് നേരത്തെ പിതാവ് സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ സഭയെ വളർത്താൻ തനിക്ക് ലഭിച്ച കഴിവുകളും അറിവുകളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് പരിശ്രമിച്ച വൈദികന്റെ അനുസ്മരണ ദിനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമുക്കും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളും സഭയെ, ദൈവത്തെ അറിയണം, സഭയെ അറിയണം, നമ്മുടെ ഭാഷയെ അറിയണം, അത് പഠിക്കണം, പങ്കുവയ്ക്കണം, അതിനെ വളർത്തണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതിനെ ഈ അനുസ്മരണ ദിനം സാധിക്കട്ടെ, അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ നല്ല സ്മരണകൾ ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.